ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെ. എല്ലാവരും ഊണ് കഴിക്കാറായി കാണുമല്ലേ? നമ്മൾ ഊണ് കഴിക്കാറായി വരുന്നു. മണി 1 കഴിഞ്ഞു. എല്ലാവരും എന്ത് ചെയ്യാണെന്ന് പറയണം, കമന്റ് ബോക്സിൽ ഇടണം. ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കമന്റ് ബോക്സിൽ ഇടണം. ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ അത് ചെയ്യുന്നുണ്ട്, കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കമന്റ് ബോക്സിൽ വരുന്ന കമന്റ്സ് കുറച്ച് കുറവാണ്. ആരും ഒന്നും കമന്റ് ചെയ്യില്ല. അതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ദിയക്കുട്ടിക്ക് നല്ല പനിയുണ്ട്, 2 ദിവസമായി സ്കൂളിൽ പോയിട്ട്. അതുകൊണ്ട് എന്നാലും ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ചുമ്മാ ഇരുന്ന് ആരും കളിക്കാൻ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും എന്നെ പിടിച്ച് കളിക്കാൻ കൂടെ ഇരുത്തിയിരിക്കും. അതുകൊണ്ട് ഇപ്പം കളിക്കാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മോഷ്ടിച്ചെടുത്തുകൊണ്ട് വന്നിരുന്ന് കളിക്കുകയാണ്. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ഇച്ചിരി പൊടി, എണ്ണ എല്ലാം എടുത്തുകൊണ്ട് വന്ന് ടീപ്പോയിൽ വെച്ചിട്ടിരുന്നാണ് കളി. ഇവിടെ ഇരുന്ന് എന്തൊക്കെ അവളെ കളിപ്പാട്ടമൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് കളി. അപ്പൊ ഇതിന്റെ പേരില് അമ്മൂമ്മയോട് ഗുസ്തി പിടിച്ചിട്ട് അമ്മൂമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവാണ്. അമ്മൂമ്മയെ മോളും കൂടെ പിണങ്ങിയിട്ട് ഇരിപ്പാണ്. അതുകൊണ്ട് അവൾക്ക് ഇപ്പൊ തന്നെ അമ്മൂമ്മയെ കൊല്ലണം എന്ന് പറഞ്ഞ് ഇരിപ്പാണ്. അമ്മൂമ്മയെ കൊല്ലണം എന്നുള്ള വ്യഗ്രതയിൽ ഇരിക്കുകയാണ്. എന്താണ് സംഭവിക്കണേന്ന് നമുക്ക് നോക്കാം. അമ്മമ്മ കളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂടെ കളിക്കാം. ഞാനിപ്പോ കൊല്ലും. എന്നോട് കളിക്കാൻ പറ്റുമോ? അമ്മമ്മ എന്നെ കൊല്ലും. കളിക്കാൻ വരാൻ പറ്റും. എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ കൊന്നിട്ടുണ്ട്. അമ്മൂമ്മയെ കൊന്നതിന് ശേഷം, ആ ഒരു പരാക്രമം കഴിഞ്ഞതിന് ശേഷം ദിയക്കുട്ടി വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. വീണ്ടും മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കുഴച്ച് പറക്കി എടുത്ത് വീണ്ടും കളിയിലേക്ക് കടന്നു. കളി കഴിഞ്ഞ ഉടനെ നമ്മൾ വീണ്ടും കഴിക്കാനായിട്ട് പോകും. ഓക്കെ, ബൈ ബൈ.